മാർക്കോ എന്ന മൂവിയിലൂടെ നമ്മുടെ മലയാളത്തിന് പുതിയൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടിയിരിക്കുകയാണ്. അതെ, ഉണ്ണി മുകുന്ദനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1987 സെപ്റ്റംബർ 22-ന് മടത്തിൽ പറമ്പിൽ മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശ്ശൂരിലാണ് ഉണ്ണി മുകുന്ദൻ ജനിക്കുന്നത്. ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നതൊക്കെ അങ്ങ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലെ പ്രഗതി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടുള്ള പ്രചോദി നികേതൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസത്തിലും ബിരുദം നേടി. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആദ്യ നാളുകളിൽ ഇപ്പോഴത്തെ TTEC എന്നറിയപ്പെടുന്ന മോട്ടീഫിനൊപ്പം പ്രവർത്തിച്ചു. 2011-ൽ നന്ദന റീമേക്ക് ചെയ്ത സീതൻ എന്ന സിനിമയിലാണ് ഉണ്ണി മുകുന്ദൻ ആദ്യമായി അഭിനയിക്കുന്നത്. അതൊരു തമിഴ് ചിത്രമായിരുന്നു. 2012-ൽ ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ബോംബെ മാർച്ച് എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണി മലയാളത്തിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. വൈശാഖ് സംവിധാനം ചെയ്ത് 2012-ൽ ഇറങ്ങിയ മല്ലു സിംഗ് എന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. മല്ലു സിംഗിൽ നായകനായിട്ടാണ് ഉണ്ണി മുകുന്ദൻ വന്നത്. ജൂനിയർ NTRും മോഹൻലാലും അഭിനയിച്ച ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകനായി ഉണ്ണി മുകുന്ദൻ ടോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ജയറാമിനെ പ്രധാന കഥാപാത്രമായിക്കൊണ്ട് 2017-ൽ പുറത്തിറങ്ങിയ അച്ചായൻസ് എന്ന ഫിലിമിലെ ഗായകനായും ഗാനരചയിതാവുമായും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. 2024-ൽ പുറത്തിറങ്ങിയ മാർക്കോ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം പാൻ ഇന്ത്യൻ സ്റ്റാറായി. മാത്രമല്ല, ഈ ഒരു ചിത്രം മലയാളത്തിലെ പുതിയൊരു സൂപ്പർ സ്റ്റാറിന്റെ ഉദയവും കൂടിയായിരുന്നു. ഉണ്ണി മുകുന്ദനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?